അതേസമയം യുവാക്കളെ പരിഗണിക്കണമെന്നൊരു ആവശ്യം മാത്രം മുന്നോട്ട് വെക്കും. ഇത്ര ശതമാനം സീറ്റുകൾ തങ്ങൾക്ക് വേണമെന്നുള്ള പിടിവാശിയോ ആ രീതിയിൽ പാർട്ടി എന്തായാലും പ്രശ്നമുണ്ടാക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഒറ്റക്കെട്ടായിട്ട് യൂത്ത് കോൺഗ്രസും KSUവും മഹിളാ കോൺഗ്രസും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പാർട്ടിയെ ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വിജയത്തിലേക്ക് എത്തിക്കുക, ഭരണം പിടിക്കുക. കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഭരണം പിടിക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം. കാരണം 10 വർഷത്തെ ഭരണത്തിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. ജനവിരുദ്ധ സർക്കാരായിട്ട് ഇവർ മാറിക്കഴിഞ്ഞിട്ട് ജനവിരുദ്ധമായിട്ടുള്ള നടപടികളാണ് എങ്ങും നടക്കുന്നത്. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ഏത് സമസ്ത മേഖലകളെയും തകർക്കുന്ന രീതിയിലുള്ള ഭരണമാണ് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടക്കുന്നത്. നിരവധി അഴിമതികൾ വരുന്ന, ഏറ്റവും ഒടുവിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള വരെ നടന്നിരിക്കുകയാണ്. അതിനകത്ത് അവരുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ, ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷന്മാരായിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലൊക്കെ എത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ അനുകൂല സാഹചര്യങ്ങൾ ഒക്കെ തന്നെ നമുക്ക് പരമാവധി മുതലാക്കാവുന്ന രീതിയിലേക്ക് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനെ സ്പോയിൽ ചെയ്യാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പും വിജയിച്ചുകൊണ്ട് കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നൊരു ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളതെന്ന് യൂത്ത് കോൺഗ്രസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു മാറ്റം ഈ കോൺഗ്രസിനകത്ത് വന്നിട്ടുണ്ട്, മുന്നണിക്കകത്ത് വന്നിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ കോർപ്പറേഷനിലെ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പട്ടിക ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അത് പ്രഖ്യാപിക്കാൻ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, യാതൊരു ഇല വീഴുന്ന ശബ്ദം പോലും ഇല്ലാത്ത രീതിയിൽ ആ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്, 48 വാർഡുകളിലെ സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്, അത് കോൺഗ്രസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ആ കോർപ്പറേഷന്റെ ചുമതല നിലവിലുള്ള K. മുരളീധരനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിട്ടുള്ള കാര്യം തന്നെയാണ്.